Namaskaram. Today we are going to discuss the potential energy of multiple charges. Actually, in the previous discussion, we already discussed the potential energy between two charges or the potential energy of a charge in a field. അപ്പോൾ ഇന്ന് മൾട്ടിപ്പിൾ ചാർജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ചാർജസ് കാണിച്ചിട്ടുണ്ടല്ലേ, Q1, Q2, Q3. 3 ചാർജസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്കറിയേണ്ടത്. നമ്മൾ 2 ചാർജസിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദിസ് ഈസ് Q1, അപ്പോൾ ഇതിൻ്റെ ഫീൽഡിലായിരിക്കും അടുത്ത ചാർജ് കൊണ്ടുവരുന്നത് Q2 അല്ലേ. അപ്പോൾ Q2 കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഫീൽഡിലോട്ട് കൊണ്ടുവരുമ്പോൾ വർക്ക് ഹാസ് ടു ബി ഡൺ. അപ്പോൾ ആ വർക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടും എന്നുള്ളത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് R12, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വർക്ക് ഡൺ അല്ലേ. നമുക്കറിയാം വർക്ക് ബൈ ചാർജ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അല്ല. ഇവിടെ കൊണ്ടുവരുന്ന ചാർജ് ഏതാണ്? Q2 എന്ന് പറഞ്ഞ ചാർജാണ് നമ്മൾ കൊണ്ടുവരുന്നത്. Q1ൻ്റെ ഫീൽഡിലേക്കാണ് Q2 എന്ന് പറഞ്ഞ ചാർജ് കൊണ്ടുവരുന്നത്. സോ V is equal to W by Q2. So what is the work done? Work done W is equal to V into Q2. Okay, V is the potential due to this charge at this point, and we are bringing this charge in the field of Q1. So what is V? It is the electric potential at this point due to this charge Q1. അത് നമുക്കറിയാം 1/4πε0 Q1 by R12 അല്ലേ. റിലേഷൻ അറിയാം, ഇൻറ്റു Q2 ഇവിടെ കൊടുക്കണം. സോ Q2. So this is the potential energy. This work done is stored as the potential energy between the system of two charges, and the relation is 1/4πε0 into Q1 Q2 by R12. So this is the potential energy between the system of two charges. Okay, now what is the potential energy between 3 charges? അപ്പോൾ 3 ചാർജസ് കൊണ്ടുവരുന്നത് Q1 എന്ന് പറഞ്ഞ ചാർജിൻ്റെ ഫീൽഡിലേക്കാണ് Q2ഉം Q3യും എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ സം വർക്ക് ഹാസ് ടു ബി ഡൺ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ Q2ഉം Q3യും കൊണ്ടുവരുന്നു. അപ്പോൾ Q2 കൊണ്ടുവരാനും വർക്ക് ചെയ്യണം, Q3 കൊണ്ടുവരാനും വർക്ക് ചെയ്യണം. അപ്പോൾ ഈ വർക്കെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ ലെറ്റ് us ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഫസ്റ്റിലെ Q1ഉം Q2ഉം തമ്മിലുള്ള വർക്ക് അല്ലെങ്കിൽ Q2 കൊണ്ടുവരുമ്പോഴുള്ള വർക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/4πε0 ഇൻറ്റു Q1 Q2 അല്ലേ. അത് ഇതിനിടയിലുള്ളതാണ്. Q1 Q2 by R12. അപ്പോൾ ഇതിൻ്റെതായി. ഇനി Q1ൻ്റെ ഫീൽഡിൽ Q3 കൊണ്ടുവരുന്നു. അപ്പോൾ പ്ലസ് അടുത്ത വർക്ക് എടുത്ത് ആഡ് ചെയ്യണം. 1/4πε0 Q1 Q3 by R13 അല്ലേ. അപ്പോൾ ഇതായി. ഇനി അടുത്തത് ഇതിനിടയിലുണ്ട്. ഇതിനിടയിലൊരു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഉണ്ടാകണം. ഇതിനിടയിൽ ഇങ്ങനെ ഇത് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ. സോ പ്ലസ് 1/4πε0 ഇൻറ്റു ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ചാർജ് Q2 Q3 divided by R23. This is the total work done, and that is the total potential energy. Okay, and you can take the 1/4πε0 outside, 1/4πε0. So the relation becomes U is equal to 1/4πε0 Q1 Q2 by R12 plus Q1 Q3 by R13 plus Q2 Q3 by R23. Okay, ഈ ഓർഡറിൽ കണ്ടിന്യൂ. അതാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, അല്ലെങ്കിൽ ഇഫ് ദർ ആർ 3 ചാർജസ് ദെൻ ദി റിലേഷൻ ഈസ് ദിസ്. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. നൗ
അസ്യൂം ദാറ്റ് ദർ ആർ 4 ചാർജസ്, സിസ്റ്റം ഓഫ് ചാർജസ് എന്നാണ് ഇങ്ങനെ വിളിക്കുന്നതിനെല്ലാം സിസ്റ്റം ഓഫ് ചാർജസ് എന്നാണ്. ഇഫ് ദർ ആർ 4 system of charges, okay, Q1, Q2, Q3, Q4. If there are 4 charges, say Q1, Q2, Q3, Q4, and they are placed at distances, say R12, R13, R14, then R23, ഇതിനും ഇതിനിടയിലുള്ളത്, പിന്നെ R34, പിന്നെ Q2-നും Q4-നും ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകും, അത് കാണിച്ചിട്ടില്ല, നമുക്ക് എഴുതുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ സിസ്റ്റം ഉണ്ടാകുമ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എളുപ്പത്തിൽ കണ്ടെത്താം. നോക്കൂ, 1/4πε0 വെളിയിൽ വന്നു. ആദ്യത്തേത് Q1 Q2 അല്ലേ, ഇത് Q1 Q2 ബൈ R12 പ്ലസ് ദെൻ Q1 Q3, Q1-ഉം Q3-യും ഡിസ്റ്റൻസ് R13 ഇതാ കാണിച്ചിട്ടുണ്ട്. പിന്നെ Q1 Q4 അല്ലേ, Q1 Q4 ബൈ R14. ഇനി ഇത് രണ്ടും കൂടി, ഇത് രണ്ടും, അപ്പോൾ Q2 Q3 ബൈ R23. ഇനി ഇത് രണ്ടും, ഓക്കെ, ഇതാ Q3 Q4 ബൈ R34. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്, കാരണം ഈ Q2 എന്ന് പറയുന്നത് അതിൻ്റെ ഫീൽഡിലാണ് Q3-യും Q4-ഉം ഉള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും എഴുതിയതിനു ശേഷം Q2-ഉം Q4-ഉം കൂടെ എഴുതാം. Q2 Q4 കൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Q2 Q4 ഡിവൈഡ് ബൈ R24. അപ്പോൾ ഇത് 2, ഇത് 4, അപ്പോൾ ഡിസ്റ്റൻസ് 24 എന്ന് കൊടുക്കണം, R24. അതതിൽ കാണിച്ചിട്ടില്ല ഞാൻ, അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെയാണ് ലാസ്റ്റിൽ Q3 Q4, Q3-യും Q4-ഉം ഡിവൈഡ് ബൈ R34. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ ഇത് വരികയാണെങ്കിൽ എല്ലാത്തിൻ്റെ ഇതേപോലെ നമ്മൾ എഴുതണം. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ചാർജസിൻ്റെ നമ്മൾ കണ്ടെത്തുന്നത്, സിസ്റ്റം ഓഫ് മൾട്ടിപ്പിൾ ചാർജസ്. ഓക്കെ, അപ്പോൾ ഇത് ന്യൂമറിക്കൽസിനൊക്കെ ഉപയോഗം ചെയ്യുന്നതാണ്. ഓക്കെ, സീ യു.